ആർക്കും കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഈ രണ്ട് വിഷയങ്ങൾക്കകത്തും അത്ഭുതം നടന്നതിന് ആധാരമായി തീർന്നത് അവരുടെ വിശ്വാസമായിരുന്നു. രക്തസ്രവക്കാരിയായ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, അതിനാൽ നിനക്ക് ഇനി സമാധാനമുണ്ടാകും, സൗഖ്യമുണ്ടാകും. യായിറോസിനോട് പറയുന്നു, നിന്റെ പൈതൽ മരിച്ചുപോയി എന്ന വാർത്തയാണ്, എല്ലാം അവസാനിച്ചു എന്ന വാർത്തയാണ് നിന്റെ കാതിൽ നീ കേൾക്കുന്നത്. നീ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു, വളരെ പ്രതീക്ഷയോടെ നീ കാത്തിരുന്നു, വളരെ പ്രതീക്ഷയോടെ നീ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ നിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ആ സംഭവങ്ങൾ സംഭവിച്ചത്. അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ വിഫലമാക്കിക്കൊണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമില്ലാത്തതായി തീർന്നുകൊണ്ട് നിന്റെ പൈതൽ നിന്നെ വിട്ടു പോയിരിക്കുന്നു. പക്ഷെ അവിടെയും കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സാഹചര്യങ്ങളും, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന കേൾവികളും, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തീർന്നു എന്ന് വിധി എഴുതിയെടുത്ത് ആരംഭിക്കുന്ന നിങ്ങളുടെ വിശ്വാസം, ഇതാണ് ഇന്നത്തെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനിടയായി തീരും. ഈ ലോകത്തിലെ എന്തൊക്കെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാലും രണ്ട് കാര്യങ്ങൾ പരാജയപ്പെടുകയില്ല. ഒന്ന്, നിങ്ങളുടെ വിശ്വാസം പരാജയപ്പെടുകയില്ല. രണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല. യുവർ ഫെയ്ത്ത് നെവർ ഫെയിൽസ്, ദ സെയിം ടൈം യുവർ പ്രേയർ നെവർ ഫെയിൽസ്. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവത്തിന്റെ ജനമേ, പൈശാചിക മണ്ഡലം എത്ര അസ്വസ്ഥമാണെങ്കിലും, അന്ധകാര ശക്തികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്നാലും, നിന്റെ അകത്ത് തിളച്ചു പോകുന്ന വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളും ഉണ്ടെങ്കിൽ, രക്തസ്രവക്കാരിയായ സ്ത്രീ പറഞ്ഞതുപോലെ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നൊരു ഫെയ്ത്ത് നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, നിശ്ചയമായും ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കുവാനിടയായി തീരും. പൈശാചിക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പൈശാചിക സേനകൾ പലപ്പോഴും നിങ്ങളുടെ വിടുതലുകളെ തടയുവാനും നിങ്ങളുടെ നന്മകളെ തടയുവാനും ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കുവാനും ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിനെ തിരിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച നിങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുവീൻ. വിശുദ്ധ ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും സകല നന്മകളും വിശ്വസിക്കുന്നവർക്കായി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ആമീൻ, സ്തോത്രം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഫേവർ ആരുടെ മേലിലാണ് വരുന്നത്? ദൈവപ്രസാദം എന്ന് പറയുന്നത് ഫേവറാണ്, ദൈവത്തിന്റെ അനുകൂലതയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണമോ? നിങ്ങളുള്ള ദൈവികമായ ഫേവർ ഇൻക്രീസ്ഡ് ആകണമോ? നിങ്ങളുള്ള ഫേവർ, ദൈവത്തിന്റെ അനുകൂലത അതിന്റെ ആഴമായ നിലകളിലും നിലവാരങ്ങളിലും വെളിപ്പെടണമെങ്കിൽ വർദ്ധിക്കപ്പെടേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. കർമാചാരങ്ങൾ കൊണ്ടോ മതാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു കർമ്മ ആചാര പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കരുത്. ഈ ലോകത്തിലെ ഒരാചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ വിശ്വാസത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന എനിക്ക് ഒരു പ്രതിഫലമുണ്ട്, അവനെ അന്വേഷിക്കുന്ന എനിക്ക് ഒരു പ്രതിഫലമുണ്ട് എന്ന് എന്റെ ഉറപ്പാണ്. എന്റെ മേലുള്ള ദൈവത്തിന്റെ ഫേവർ ഡബിൾ പോർഷൻ ആകുന്നതിനുള്ള കാരണം. എബ്രായർ 11:1 ഇതിന്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആശിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആശിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ ആശിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ കാണാത്ത കാര്യത്തിന്റെ
നിശ്ചയമാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിച്ച് ഹല്ലേലൂയ പറയുന്നതിനെ അല്ല ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, ഞങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല, ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായടച്ചു, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ അവർ എരിഹോ മതിലിനെ നിലംപരിചാക്കി, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു, വിശ്വാസത്താൽ സ്ത്രീകൾക്ക് മരിച്ച അവരുടെ ഭർത്താവിനെ തിരികെ ലഭിച്ചു. ഇന്ന് പകൽ എന്തൊക്കെ വിശ്വസിക്കുന്നുവോ, എന്തൊക്കെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നുവോ, എന്തൊക്കെ ആശിക്കുന്നുവോ, ആ കാര്യത്തെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ എന്റെ ദൈവം എനിക്കായിട്ട് അത് ചെയ്യുവാൻ അവൻ ശക്തനത്രേ എന്ന ഉറപ്പുണ്ടെങ്കിൽ ആ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനിട വരും. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാമിന് നീതിമാൻ എന്ന പേർ ലഭിക്കുവാനിടയായി. വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്നുറച്ചു. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ജീവിതത്തിൽ പല മേഖലകളിലും അല്പം ക്ഷീണം വന്നാലും, ചിലപ്പോൾ സാമ്പത്തിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, പല മേഖലകളിലും ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം. അവിടെ എങ്ങും ഒരു സാഹചര്യങ്ങളുടെയും വെല്ലുവിളികളുടെയും നിന്ദകളുടെയും നടുവിൽ നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കാതെ ഇരുന്നാൽ, വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെടുവാൻ തുടങ്ങിയാൽ, നഷ്ടപ്പെട്ടതെല്ലാം ആ വിശ്വാസം നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും. എഫേസ്യർ 3:20 വായിക്കുന്നത് പോലെ, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം സകലത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ റെസ്റ്റോർ ചെയ്യാനിട വരും. ഇന്ന് എന്തൊക്കെയോ സാഹചര്യങ്ങളെ കണ്ട് കരയുന്നവരോട്, ഏതൊക്കെയോ വിഷയങ്ങളുടെ മുമ്പിൽ പതറുന്നവരോട്, ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടതല്ല, നിന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും.